നിങ്ങൾ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരാ. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞ നബി തങ്ങളോ അവിടെന്ന് ചോദിക്കുന്നു, റബിയ നിനക്ക് വേറെ എന്തെങ്കിലും വേണോ റബിയ? ഒന്നും വേണ്ട പടച്ചവരെ നബിയേ, എനിക്കൊന്നും വേണ്ട നബിയേ, എനിക്ക് സ്വർഗ്ഗം മതിയെന്ന പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, റബിയ നിനക്ക് ഞാൻ ആ സ്വർഗ്ഗം വാങ്ങിച്ചു തരാ റബിയ, ആ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ നടക്കണോ റബിയ, ആ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ സഹവസിക്കണോ റബിയ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നീ ഒരു കാര്യം ചെയ്യണേ റബിയ, ഒരേ ഒരു കാര്യം നീ ചെയ്യണേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്ത് നന്മയാ ഞാൻ ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ ചോദിക്കുമ്പോ യതീംഖാനയുടെ മുമ്പിൽ വഅദ് കേൾക്കാമെന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, പെങ്ങന്മാരോട്, ചെറുപ്പക്കാരോട്, മോനെ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബിയുണ്ടല്ലോ, ആ മുത്തുനബിയോടൊപ്പം നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നിനക്ക് നടക്കണോ, നബി തങ്ങളുടെ കൂടെ സഹവസിക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നീ ചെയ്യേണ്ടത് ഒരു നന്മയാ, നീ ചെയ്യേണ്ടത് ഒരേ ഒരു നന്മയാ. ഏത് നന്മയാണെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, റബിയ ഫഅനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ റബിയ, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ നബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ, നീ സുജൂദുകൾ അധികരിപ്പിക്കണേ. എങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ നിനക്ക് കടന്നു വരാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അധികമായിട്ട് സുജൂദ് ചെയ്യണേ. എന്താണ് സുജൂദ് എന്ന് പറഞ്ഞാൽ നിനക്കറിയുമോ? എടോ, സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? നമ്മളിൽ പലർക്കും അറിയില്ല സുജൂദ് എന്ന് പറഞ്ഞാൽ. ആ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പടച്ചവനെ നമുക്ക് ഇഷ്ടമല്ലല്ലോ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുമല്ലോ. പടച്ചവനെ അല്ലാഹു വിളിക്കുകയാ. നമുക്ക് ആ പള്ളിയിൽ പോയി നിസ്കരിക്കാറ്, പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാറ് നമുക്ക് സമയമില്ലടോ. നമുക്ക് വല്ലാത്ത തിരക്കാടോ, നമുക്ക് വല്ലാത്ത തിരക്കാടോ, നമുക്കതിന്റെ മഹത്വം അറിയുന്നില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുകയാ. ഈ ആകാശഭൂമിയാകട്ടെ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും നീ കാണാൻ പറ്റുന്നതാകട്ടെ, കാണാൻ പറ്റാത്തതാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാ. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂം വൽ ജിബാലു വശജറു വദ്ദവാബ് വകസീറും മിനൻ നാസ്. അല്ലാഹു പറയുകയാ, ഈ ആകാശഭൂമിയുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അത് സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, മരങ്ങളാകട്ടെ, പടച്ചവനെ ഇടജന്തുക്കളാകട്ടെ, എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടോ. വകസീറും മിനൻ നാസ്,
ജനങ്ങളിൽ അധികം പേരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ അല്ലാഹു സുജൂദ് ചെയ്യുന്നുണ്ട്. അബൂദർ തങ്ങളുടെ ഹദീസ് തെളിവാണല്ലോ. സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കും, അബൂദറേ, ഇതെവിടെ പോകുന്നതെന്ന് നിനക്കറിയുമോ അബൂദറേ? എനിക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. പെങ്ങളെ, ചന്ദ്രൻ അല്ലാഹു സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വന്നജ്മു വസ്സജറു യസ്ജുദാൻ. വൃക്ഷങ്ങളുണ്ടല്ലോ, ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോ കാണുന്ന മരങ്ങളുണ്ടല്ലോ, ആ മരങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. പടച്ചവനെ, ഇഴജന്തുക്കൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു നമ്മളോടും പറയുകയാ, നിങ്ങളും എനിക്ക് സുജൂദ് ചെയ്യണേ, നിങ്ങളും എനിക്ക് സുജൂദ് ചെയ്യണേ, നിങ്ങളും എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യണേ. അല്ലാഹു നമ്മളോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് സമയമില്ലടോ, നമുക്ക് സമയമില്ലടോ, നമ്മൾ അതിന് തയ്യാറാകുന്നില്ല. അല്ലാഹു പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും ഫഫഅലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾ സുജൂദ് ചെയ്യണേ, നിങ്ങൾ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യണേ. ആ സുജൂദ് ചെയ്തവരാണ് പടച്ചവനെ നിങ്ങളിൽ വിജയം പ്രാപിച്ചവരെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസ്കരിക്കാൻ പറയുമ്പോ നമുക്ക് വല്ലാത്ത മടിയാണ്, സുജൂദ് ചെയ്യാൻ പറയുമ്പോ നമുക്ക് വല്ലാത്ത മടിയാണ്. എങ്കിലും സുജൂദ് ചെയ്താ കിട്ടുന്ന പ്രതിഫലം അറിയുമോ സഹോദരാ? അല്ലാഹുവിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ ചെന്ന പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ, ആ സുജൂദ് ചെയ്യുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്നാമത്തെ പ്രതിഫലമാ ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ പ്രതിഫലമാ ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം കേട്ടോ. ഇനിയെങ്കിലും സുജൂദ് ചെയ്യുമ്പോ നിനക്ക് ഓർമ്മ വേണം മനുഷ്യ, അല്ലാഹുവിന്റെ മുമ്പിൽ പള്ളിക്കകത്ത് നമസ്കരിക്കുമ്പോ ഞാനും നിങ്ങളും സുജൂദ് ചെയ്യുമല്ലോ. അത് കളിയല്ല, തമാശയല്ല. പടച്ചവനെ ചെയ്യുമ്പോ നീ മനസ്സിലാക്കണം, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യര് അല്ലാഹു 10 പ്രതിഫലം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരാള് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്താൽ ആ സുജൂദ് ചെയ്യുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്നത് 10 പ്രതിഫലമാ. 10 പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുന്നത്. ഈ പ്രതിഫലം അറിഞ്ഞുകൊണ്ട് വേണം നാളെ സുബഹി മുതൽ നീ സുജൂദ് ചെയ്യാൻ, എപ്പോൾ നിസ്കരിച്ചാൽ സുജൂദ് ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സുജൂദ് ചെയ്താ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കാണാം. സുജൂദിന്റെ അടയാളമുണ്ടല്ലോ, സുജൂദ് ചെയ്തതിന്റെ അടയാളമുണ്ടല്ലോ, അതാ ഒരു മനുഷ്യന്റെ മുഖത്ത് കാണാൻ കഴിയുമെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അറിയാമടോ, അവന്റെ മുഖത്തടയാളം കാണാ, അവന്റെ മുഖത്തടയാളം കാണാ. അത് കേവലം നിസ്കാര തഴമ്പ് മാത്രമല്ല, അത് നിസ്കാര തഴമ്പ് മാത്രമല്ല. പലരും പറയാറുണ്ട്, ഉസ്താദേ പടച്ചവനെ, ഞാൻ എത്രയോ കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവനാണ്, എനിക്ക് നിസ്കാര തഴമ്പില്ലല്ലോ. എന്നാൽ ആ ചെറുപ്പക്കാരന്റെ നെറ്റിത്തടത്തിലെ തഴമ്പുണ്ടല്ലോ. സഹോദരാ, പായിലൊരച്ചുണ്ടാക്കുന്ന തഴമ്പിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിത്യമായി സുജൂദ് ചെയ്യുന്നവനുണ്ടല്ലോ, അവന്റെ മുഖത്ത് അടയാളം കാണാ. അടയാളമെന്ന് പറഞ്ഞ ഈമാനിന്റെ ഒരു പ്രകാശമുണ്ടല്ലോ, ഈമാനിന്റെ ഒരു ചൈതന്യമുണ്ടല്ലോ. അതാ പടച്ചവനെ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാ കാണാമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരെയും കണ്ടിട്ടില്ലോ, ചിലരുടെ മുഖം കാണാൻ എന്ത് പ്രകാശമാണെന്നറിയുവോ. അവരെ കണ്ടാ മനസ്സിന് വല്ലാത്ത കുളിർമയാ. പടച്ചവനെ, ചിലരെ കാണുമ്പോ നമ്മൾ ചെന്ന് പറയാറുണ്ടല്ലോ, അതാ സയ്യിദന്മാരും പണ്ഡിതന്മാരെ കാണാറുണ്ടല്ലോ, ആ കാടിയൊക്കെ വളർത്തിയ ഉസ്താദന്മാരെ കാണുമ്പോ, അഹ്ലു ബൈത്തിനെ കാണുമ്പോ, ആ മുഖത്ത് തന്നെ ഒരു വല്ലാത്ത ഐശ്വര്യമാണല്ലോ. നമ്മൾ ചെന്നിട്ടോ പറയാറുണ്ടല്ലോ, ദുആ ചെയ്യാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു കൊടുക്കുന്നതാണോ, അല്ലാഹു കൊടുക്കുന്നതാണ്. പണക്കാരന്മാർക്ക് അത് കിട്ടണമെന്നില്ല. പടച്ചവനെ, അതാ ചിലരെ കണ്ടാൽ അറിയാതെ എഴുന്നേറ്റ് പോകുമടോ. അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന ചില ഉപ്പമാരെ കണ്ടാ പടച്ചവനെ അറിയാതെ എഴുന്നേക്കുകയാ. ചിലരുടെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇരിക്കുന്നവര് മുഴുവനും എഴുന്നേക്കുകയാണ്, പടച്ചവനെ ബഹുമാനിക്കുകയാണ്, അവരാദരിക്കുകയാണ്. എന്തുകൊണ്ടോ, പടച്ചവനെ പണമുണ്ടായത് കൊണ്ടല്ല, അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള ആളായത് കൊണ്ടല്ല, ജമാഅത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയത് കൊണ്ടല്ല. പടച്ചവനെ, ചിലരെ കണ്ടാ അറിയാതെ എഴുന്നേറ്റ് പോകുമല്ലോ, ബഹുമാനിക്കുമല്ലോ, മുസാഫഹത്ത് ചെയ്യുമല്ലോ, കയ്യിൽ പിടിച്ച് ദുആ ചെയ്യാ പറയുമല്ലോ. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാ, അത് അല്ലാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാ. അത് വെറുതെ കിട്ടുന്നതല്ലടോ, പൈസ കൊടുത്തിട്ട് കിട്ടുന്നതല്ല. പലരും പറയുന്ന, ഉസ്താദേ ആരും ബഹുമാനിക്കുന്നില്ലല്ലോ, ആരും ആദരിക്കുന്നില്ലല്ലോ. എങ്ങനെ ആദരിക്കാനാണ്? അത് പണം കൊടുത്ത് കിട്ടുന്നതല്ല, അധികാരം കൊണ്ട് കിട്ടുന്നതല്ല. അത് അല്ലാഹു തരണം സഹോദരാ, അത് അല്ലാഹു തരണം പെങ്ങള്. അത് അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അത് കിട്ടാനുള്ള വഴി എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുക. നീ സുജൂദുകൾ അധികമായിട്ട് ചെയ്യൂ. നിന്റെ മുഖം കാണല് തന്നെ ഒരു ഐശ്വര്യമാ, നിന്റെ മുഖം കാണുന്നത് തന്നെ ഒരു സമാധാനമാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറഞ്ഞതല്ല. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സുജൂദുകൾ അധികമായി ചെയ്യുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന്റെ മുഖത്ത് സുജൂദിന്റെ അടയാളം കാണുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ആ നിസ്കാര തഴമ്പ് മാത്രമല്ല, അത് ചിലപ്പോൾ ചെറുപ്പക്കാർക്കാണെങ്കിലും വലിയവർക്ക് കാണൂല. എത്രയോ വഖത്ത് നിസ്കരിക്കുന്നവർക്ക് അതൊക്കെ വേറെ, ഓരോരുത്തരുടെ ശരീരത്തിന്റെ പ്രകൃതം അങ്ങനെ ഉണ്ടാകും. ഇടൂ, സുജൂദിന്റെ അടയാളം കാണുമെന്ന് പറഞ്ഞാൽ ചിലരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട്, പെട്ടെന്ന് ഒരു പ്രായമുള്ള ആള് കടന്നു വന്നാൽ അറിയാതെ എഴുന്നേറ്റ് പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓടി ചെന്നിട്ട് കൈ പിടിച്ചിട്ട് പറയും ദുആ ചെയ്യാൻ. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു സ്ഥാനം, അത് അല്ലാഹു കൊടുക്കുന്ന ഒരു അംഗീകാരം. അല്ലാതെ പൈസ കൊടുത്തിട്ടൊന്നുമല്ല. ഇപ്പൊ ഏറ്റവും പാവപ്പെട്ടവനായിരിക്കാം, ഏറ്റവും പാവപ്പെട്ട ഈ നാട്ടിൽ ഒരു ഉപ്പയായിരിക്കാം, കാണുമ്പോ എഴുന്നേക്കും. എന്നാ ഉസ്താദ്, ഞാൻ ഇങ്ങനെ കതറ് വിട്ടിട്ട് നെളിഞ്ഞ് പ്രസിഡന്റാ, സെക്രട്ടറിയാ, പണക്കാരനാ, ഹാജിയാരാ, എനിക്കില്ലല്ലോ ആ സ്ഥാനം. എടോ, പണ്ടത്തെ വാപ്പമാരെ നിങ്ങൾ ചോദിക്കുക, ഇപ്പത്തെ കാര്യം പോട്ടെ. പണ്ടത്തെ ഉപ്പമാര്, കുട്ടികൾ ഉപ്പമാരുടെ മുമ്പിൽ സ്വന്തം വാപ്പാടെയല്ല പ്രായമുള്ളവരുടെ മുമ്പിലൂടെ മുണ്ടുമടക്കി കുത്തി നടക്കൂല.
വീടി വലിക്കൂല, അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് മോശമായി സംസാരിക്കൂല. കാരണം പ്രായമുള്ളവരെ ബഹുമാനിക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പോഴോ സ്വന്തം തന്തയെ ബഹുമാനിക്കുന്നില്ല, പിന്നെ മറ്റുള്ളവരെ. എന്റെ പ്രിയപ്പെട്ടവര്, പ്രായമുള്ളവർക്ക് ഇപ്പൊ ആരാ ഒരു ബഹുമാനം കൊടുക്കുന്നത്, ആദരവ് കൊടുക്കുന്ന ആരാ? പ്രായമുള്ളവർക്ക്. എന്തുകൊണ്ട്? കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഒരു പയ്യൻ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ വൈകുന്നേരം സമയമാകുമ്പോ ചില പ്രായമുള്ളവർ പള്ളിയുടെ മുമ്പിലിരിക്കും, ദിക്റ് പറയാനല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ കുറച്ചു വാപ്പമാര് പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോ ഒരു പയ്യൻ പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് മതിലി ചാരി നിന്നിട്ട് വീടി വലിക്കുകയാണ്. അപ്പൊ ഈ വാപ്പാമാര് പറയാതെ, ആരുടെ മോനാടാ പടച്ചോനെ, അവൻ പള്ളിയുടെ മുമ്പിൽ എന്നിട്ട് വീഡിയോ വലിക്കറ, ഇങ്ങനെ ഇവര് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു സഹോദരൻ ഇത് കേട്ടുകൊണ്ടാ ഇറങ്ങിപ്പോയെ. അങ്ങനെ ഈ പയ്യനോടൊന്നും പറഞ്ഞില്ല. ഇവന്റെ വാപ്പാനെ കണ്ടു. എവിടെയോ വെച്ചൊരു ഫംഗ്ഷനിൽ വെച്ച് വാപ്പാനെ കണ്ടപ്പോ ഈ സഹോദരൻ പറഞ്ഞു, എന്റെ പൊന്നാര ചങ്ങാതി, നിന്റെ മോൻ ആ പ്രായമുള്ള വാപ്പാമാരുടെ മുമ്പിൽ നിന്നിട്ട്, പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് പരസ്യമായിട്ട് അവൻ വീടി വലിക്കുക. നീ എന്നെ ഉപദേശിക്കണം കേട്ടോ. വലിക്കണ്ടെന്നൊന്നും പറയണ്ട, അവൻ വീടി വലിച്ചോട്ടെ, പക്ഷെ ഈ പ്രായമുള്ളവരുടെ മുമ്പിൽ, പള്ളിയുടെ മുമ്പിൽ നിന്ന് വലിക്കരുത്. ഒന്ന് മാറി നിന്ന് വലിക്കാൻ വേണ്ടി നിനക്കൊന്ന് ഉപദേശിച്ചുകൂടെ? വാപ്പാനോട് ചോദിക്കാം. അപ്പൊ ഈ ചോദിച്ച മനുഷ്യനോട് വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ അവനെ കാണുവാണെങ്കിൽ ഒന്ന് പറ, എന്റെ മുമ്പിൽ ഇരുന്ന് വീടി വലിക്കാൻ പാടില്ല എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവൻ വാപ്പാടെ മുമ്പിൽ ഇരുന്ന് വീടി വലിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് പ്രായമുള്ളവരെ കാണുമ്പോൾ കുട്ടികൾ ബഹുമാനിക്കുമായിരുന്നു, ആദരിക്കുമായിരുന്നു, ഒരു സ്ഥാനമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനൊന്നുമില്ല. ഇന്നത്തെ വാപ്പമാരെ കാണുമ്പോൾ കുട്ടികൾക്ക് കോമഡിയാ ഓർമ്മ വരിക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? വാപ്പമാരിരിക്കേണ്ട സ്ഥാനത്ത് വാപ്പമാരിരുന്നില്ല. അതുകൊണ്ടാണ്. കുട്ടികളെ കുറ്റം പറയരുത്. ഞാൻ കുട്ടികളെ കുറ്റം പറയൂല. വാപ്പ, നീ ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരുന്നിരുന്നെങ്കിൽ നിന്നെ കാണുമ്പോ എല്ലാവരും ബഹുമാനിക്കുമായിരുന്നു എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരിക്ക്. നീ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കാതെ വന്നപ്പോൾ ഏതാണ് ആ സ്ഥാനമെന്നറിയുമോ? ിരിക്കുന്ന പ്രായമുള്ളവർക്ക് അല്ലാഹു നിങ്ങൾക്കൊരു സ്ഥാനം നൽകിയിട്ടുണ്ടോ? ഈ നാട്ടുകാരായ പ്രായമുള്ള ഉപ്പയോട് പറയുകയാ, ഉമ്മയോട് പറയുകയാ, അല്ലാഹു നിങ്ങൾക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു നിങ്ങൾക്കൊരു സ്ഥാനവും നൽകി, നിങ്ങൾക്കൊരു ജോലിയും നൽകി. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാതെ വന്നത് കൊണ്ട് ആ കൊച്ചുകുട്ടികൾ പോലും നിങ്ങളെ ബഹുമാനിക്കാത്തത്. പ്രായമുള്ളവരോട് പറയുകയാണ്, ഉപ്പയോടും ഉമ്മയോടും പറയുകയാണ്, പണ്ട് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടായിരുന്നടോ, ഒരു വിലയുണ്ടായിരുന്നടോ. ഇന്ന് കൊച്ചുകുട്ടികൾ പോലും നിന്നെ മുമ്പിൽ കിടന്ന് കളിക്കുകയാ. നീ പറഞ്ഞാൽ അനുസരിക്കുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു നൽകിയ ഒരു സ്ഥാനം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ഇരുന്നില്ല. നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്തെന്നറിയുമോ? നിങ്ങളുടെ കുടുംബങ്ങളിലോ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടാ നീ തിരുത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് നിന്റെ മോനാകണമെന്നില്ല, നിന്റെ കുടുംബക്കാരനാകണമെന്നില്ല, നിന്റെ പൊന്നാര മകളാകണമെന്നില്ല. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ദീനിന് നാണം കെടുത്തുന്ന വൃത്തികേടായ പാപമായ ഒരു കാര്യം നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുട്ടികൾ ചെയ്യുകയാണ്. തിരുത്തുവാപ്പാ, തിരുത്തുവാപ്പാ, അത് തെറ്റാണെന്ന് നീ പറഞ്ഞു കൊടുക്കണേ. അത് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഒരു ജോലിയാണ്. നിനക്കതിനുള്ള അധികാരമുണ്ട്, നിനക്കതിനുള്ള സ്ഥാനമുണ്ട്. പഠിച്ചവനെ തെറ്റ് ചെയ്യുന്നത് കണ്ടാ നീ തിരുത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പാപ്പാരെ പേടിയില്ലെങ്കിലും ഉപ്പാപ്പമാരെ പേടിച്ചിരുന്ന കാലമുണ്ടായിരുന്നടോ. പ്രായമുള്ളവരുണ്ടടാ, അവര് കുറ്റം പറയുമടാ, അവര് ഉപദേശിക്കുമടാ, അവര് വഴക്ക് പറയുമടാ, എല്ലാം വരുമടാ എന്ന് പറഞ്ഞിട്ട് ഒളിച്ചും പാത്തും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നതൊക്കെ മാറിയില്ലേ? ഇന്നതൊക്കെ മാറിയില്ലേ? ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കാണും പ്രായമായ ഒരു നല്ല മനുഷ്യന്. ഇന്നില്ലാതെ പോയടോ. നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണ്? എന്തൊക്കെ
വൃത്തികേടുകളാണ്, എന്തൊക്കെ മോശമായ സ്വഭാവങ്ങളാണ്. പടച്ചവനെ, ഇന്നത്തെ വിവാഹ വേദികളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെല്ലാം പേക്കൂത്തുകളാണ്. വളരെ മോശമായ വൃത്തികെട്ട ഈ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിലല്ലോ ഇന്ന് ഓരോ പെൺകുട്ടികളുടെ വിവാഹം നടക്കുമ്പോൾ, നിന്റെ കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോ ഇന്ന് ഗാനമേളയല്ലോ. വിവാഹത്തിന്റെ തലേ ദിവസം ഗാനമേളയാണ്. പടച്ചവനെ, പാട്ടും കൂത്തുമാണ്. ചെറുപ്പക്കാരൻ കിടന്നാടുകയാണ്, ആണും പെണ്ണും കിടന്നാടുകയാണ്. അവർക്ക് പക്വതയില്ലെന്ന് പറയാ ബാപ്പാ. 15-20 വയസ്സുള്ള മക്കള് പാട്ട് കേട്ടിട്ട് കിടന്ന് ഡാൻസ് ചെയ്താൽ ഞാനത് ഹലാലാണെന്ന് പറയുന്നില്ല. ആ മക്കൾക്ക് അറിവില്ലെന്ന് പറയാ, ആ മക്കൾക്ക് പക്വതയില്ലെന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, 40 കഴിഞ്ഞ ഉമ്മയുടെ ഡാൻസ് കാണണ്ടേ, 50 കഴിഞ്ഞ വാപ്പയും ഡാൻസ് ചെയ്യുകയാ. ഇവർക്ക് ഇനി എന്നു പക്വത വരാനാ? 15, 20, 25, 30 വയസ്സുള്ള ഒരാണോ പെണ്ണോ കല്യാണം വെട്ടി കിടന്ന് കാണിച്ചാ പറയാം തമ്മീസായില്ലെന്ന്, വിവരം വെച്ചിട്ടില്ലെന്ന് പറയാം. പക്ഷേ ആ മക്കള് തെറ്റ് ചെയ്യുമ്പോ തിരുത്തേണ്ട വാപ്പായ അതിന് മുമ്പിൽ കിടന്നാടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ എങ്ങനെ വിലയുണ്ടാകും, പിന്നെ എങ്ങനെ സ്ഥാനമുണ്ടാകും? പോക്കറ്റ് എടുക്കാറായോ? സുബ്ഹാനല്ലാഹ്. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈവച്ചേടോ, പോക്കറ്റ് കൈവച്ചേ. പൈസ ഒന്നും എടുക്കണ്ട, പോക്കറ്റ് കൈവി വെച്ചോ. റജബ് മാസമാ, റജബ് മാസം ബറക്കത്ത് ദുആ ചെയ്യാൻ പറഞ്ഞ മാസം. അൽഹംദുലില്ലാഹ്, യതീമായ 16 മക്കൾ, 30ഓളം ഹാഫിളീങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥാപനം നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളാണ് ബക്കറ്റുമായിട്ട് പോണേ? അല്ല, ആരെ ബക്കറ്റ് കൊണ്ടുപോകണ ചങ്ങാതി ഒന്ന് വിളിക്കണം. നിങ്ങൾ പോണെങ്കിൽ അയാളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉസ്താദ്, ആരാ ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതി? ആരാ? നിങ്ങളൊന്ന് പോകുന്നേ, വയറൊക്കെ പോട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോകുന്ന മനുഷ്യനുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം, നാണക്കേട് പാടില്ല. എന്തിനാ നാണം കിടുന്നത്? നമുക്ക് വീട് കിട്ടാനല്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സഹോദര, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഹദീസ് പഠിക്കണ്ട, ആലിമാകണ്ട, ഹാഫിളാകണ്ട, ഇതറിയാത്ത ആരുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്തെങ്കിലും പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ ബക്കറ്റുമായിട്ട് നിന്റെ മുമ്പിൽ വരുമ്പോ നീ പൊട്ടം കളിക്കും. അത് പോട്ടെ, അത് വേറെ, കണ്ട പരിചയം പോലും കാണിക്കൂല. എന്നാ നിനക്ക് എന്തെങ്കിലും പറ്റി, നീ ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഒരു അപകടം പറ്റി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൊക്കിയെടുത്തുകൊണ്ട് നിലമ്പൂരുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറയുകയാ, സർജറി ചെയ്യണം, ഇത്തിരി ഡേഞ്ചറാണ്, ഇത്തിരി സീരിയസ് ആണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. നാളെ രാവിലെ ഈ കാണുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് നിന്റെ മകൻ നിൽക്കുന്നു, നിന്റെ ഭാര്യ പറഞ്ഞു വിടും, ഇല്ലെങ്കിൽ നീ പറഞ്ഞു വിടും. എന്തിന്? മോനെ, ഉസ്താദിന്റെ അടുക്ക പോകണം. ഉസ്താദ് ചോദിക്കുക, എന്തേ മോനെ? പാപ്പ ഇന്നലെ ആക്സിഡന്റ് പറ്റിയിട്ട് ഇപ്പൊ ഐസിയുനകത്ത് കിടക്കാം ഉസ്താദെ, സർജറി ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ തന്നു വിട്ടതാണ് ഉസ്താദെ, കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന്റെ പൈസ. ഇന്ന ഉസ്താദെ ഒന്ന് ദുആ ചെയ്യണേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ പൈസ കൊടുക്കുന്നേ? ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? എന്തിനാ പൈസ കൊടുക്കുന്നേ? ഉസ്താദെ, വാപ്പ ഐസിയുവില, ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? താത്ത, നിന്റെ അടുത്ത് ഇപ്പൊ വരുമ്പോ നിനക്ക് മനസ്സില്ല, നിന്റെ ശരീരത്തിൽ ഒരു മുഴ വന്നിട്ട് ക്യാൻസറിന്റെ ടെസ്റ്റിന് അയക്കുമ്പോ, എന്നാ ഉസ്താദെ സ്വർണം പള്ളിക്ക്, പാവങ്ങൾക്ക്, തീങ്ങാനിക്ക് ദുആ ചെയ്യണേ. എന്തിനാ സ്വർണം ഊരി കൊടുക്കുന്നേ? ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖ വിപത്തിനെ തട്ടിമാറ്റും. അപ്പൊ നിങ്ങൾക്കറിയാം ഈ സദഖ കൊടുക്കുന്നത് കൊണ്ട് രക്ഷപ്പെടുമെന്ന്. അതല്ലേ ഞാനും പറഞ്ഞത്. ഇപ്പൊ കൊടുത്താൽ നിനക്ക് എന്തെങ്കിലും പറ്റുമോ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ ഈ ബക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും ഇട്ടാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ, അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ, ആ മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുമല്ലോ. അതുകൊണ്ട് പടച്ചവനെ, പഠിക്കുന്ന മക്കള് പള്ളിയുടെ മുകളിലാ കിടക്കുന്നത്. അവർക്ക് സൗകര്യമില്ല, അതിനകത്ത് കിടന്ന മക്കള് പഠിക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു റൂം വേണമടോ, അവർക്ക് സ്വന്തമായിട്ടൊരു റൂം വേണമടോ. അതിനാണ് ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തോ.
എപ്പോഴും പറയുന്ന ഉസ്താദേ, രോഗമാ വേദനയാ പ്രയാസമാ, ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന പെങ്ങളെ, രോഗം മാറാൻ നബിതങ്ങൾ ഒരു വഴി പറയുകയാ. നിന്റെ രോഗം മാറണോ, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറണോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു വഴി പറയുകയാണ്. ആ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ മരുന്ന് കഴിച്ചാൽ മാത്രം മാറൂല. അവർ അല്ലാഹുവേ ഒരു സദഖ കൊടുത്തിട്ട് റബ്ബിനോട് പറയും, പടച്ചവനെ ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കാൻ. അതുകൊണ്ട് അൽഹംദുലില്ലാ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ കയ്യിലുള്ളതിൽ ഒരു നല്ല ഹദിയ എടുത്തിട്ട് ഈ ബക്കറ്റിന്റെ അകത്തിട്ട്, അല്ലാഹുവേ എന്തു മാരക രോഗം എൻ്റെ ശരീരത്തിലുണ്ടെങ്കിലും പടച്ചവനെ നീ ശിഫയാക്കി തരണേ അല്ലാ. അപകട മരണങ്ങൾ ദുർമരണങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. ആരെല്ലാം വിട്ടുകൊടുക്കുന്നുണ്ടോ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ബിസ്മില്ലാഹ്. ഈ അടുത്ത് ഉസ്താദിന്റെ സഹോദരി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ പൊന്നു പെങ്ങളുടെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ ഭാര്യയും അല്ലാഹു രണ്ടുപേർക്കും മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നിങ്ങളുടെ അവസരം ദുആ ചെയ്തിട്ടോ നിയ്യത്ത് ചെയ്തിട്ടോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആരെല്ലാം സദഖ കൊടുക്കുന്നുണ്ടോ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ നുക്കളവരുടെ ശരീരത്തിലുണ്ടോ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എടോ തിരുത്തണം സഹോദരാ. അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അവകാശമാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടാ തിരുത്തണേ, അത് പാപമാണെന്ന് പറയണോ. അപ്പൊ നീ പറയും, ഉസ്താദേ ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കില്ലല്ലോ, അവര് കളിയാക്കുമല്ലോ, അവര് പരിഹസിക്കുമല്ലോ, അവര് നിന്നെ കാണുമ്പോൾ മോശക്കാരനാക്കുമല്ലോ. പാപ്പാ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയുകയാ, ഉമ്മയോട് പറയുകയാ, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അതാരാണെങ്കിലും പറയണോ, അതാരാണെങ്കിലും തിരുത്തണേ. അവര് കളിയാക്കട്ടെ, അവര് പരിഹസിക്കട്ടെ, അവര് നാണം കെടുത്തട്ടെ, അവര് നിന്നെ കൂക്ക് വിളിക്കട്ടെ. നിന്റെ കുടുംബത്തിലാകട്ടെ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ, അനാചാരങ്ങൾ നടക്കുന്നത് കണ്ടാൽ, ആർഭാട വിവാഹങ്ങൾ നടക്കുന്നത് കണ്ടാൽ, ഗാനമേളകൾ നടത്തുന്നത് കണ്ടാൽ, റാലികൾ നടത്തുന്നത് കണ്ടാൽ, പടക്കം പൊട്ടിക്കുന്നത് കണ്ടാൽ, നിന്റെ കുടുംബത്തിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടാ നീ തിരുത്തണേ ബാപ്പാ, നീ തിരുത്തണേ പെങ്ങള്. അനുസരിക്കുന്നതും അനുസരിക്കാത്തതും അവരുടെ ഇഷ്ടമാണ്. നിന്നോട് പറഞ്ഞത് ചെയ്യാനല്ലേ, നിന്നോട് പറഞ്ഞത് ഉപദേശിക്കാനല്ലേ. നീ ഒരിക്കലും സങ്കടപ്പെടണ്ട. അല്ലാഹുവേ നിങ്ങളെങ്ങനെ പറഞ്ഞാൽ, തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് നിങ്ങളെ തിരുത്തി കൊടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ആരാരും സഹായിക്കാനില്ലാതെ ആ ചെമ്പിന്റെ തറയിൽ നിന്ന് ഉരുകുന്ന ദിവസമുണ്ടല്ലോ. ആ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹു വിളിക്കുകയാ, വാപ്പാമാരെ, പ്രായം ചെന്ന ഉമ്മമാരെ, നിങ്ങൾ ഇന്ന് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലെ തെറ്റുകൾ നടക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബങ്ങളിലെ തെറ്റുകൾ നടത്തുമ്പോൾ അത് പാപമാണ്, അത് പാപമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാനി 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 വരുന്ന ജനങ്ങൾ നിൽക്കുന്ന അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. പിടിച്ച് വിറച്ചുകൊണ്ട് തലതാറ്റി പിടിച്ച് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലാഹുവിന്റെ മസ്റയുണ്ടല്ലോ. ആ മസ്റയിൽ അല്ലാഹു നിന്നെ വിളിക്കുകയാ, ഉമ്മാ
വാപ്പാ നിന്നെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാ എന്നിട്ട് പറയുകയാണ് വയദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ് ഇന്ന് വിചാരണയില്ലാതെ നീ സ്വർഗത്തിലേക്ക് പൊക്കോ ഹജ്ജ് ചെയ്തതിന്റെ കൂലിയല്ല ഉംറ ചെയ്തതിന്റെ കൂലിയല്ല പള്ളി കെട്ടിക്കൊടുത്തതിന്റെ കൂലിയല്ല നിസ്കരിച്ചതിന് അല്ലാഹു തരുന്ന കൂലിയല്ല പടച്ചവനെ നോമ്പ് പിടിച്ചതിന് അല്ലാഹു തരുന്ന കൂലിയല്ല നിന്റെ കുടുംബത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ യഅ്മുറൂന ബിൽ മഅറൂഫ് ഒരു പാപം ചെയ്യുന്നത് കണ്ടപ്പോ ആ മക്കൾക്ക് തിരുത്തി കൊടുത്തതിന്റെ പേരില് അല്ലാഹു നാളെ വിചാരണയില്ലാതെ നിന്നെ സ്വർഗത്തിലേക്ക് കടത്തി വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയുമോ ഉപ്പാ നിനക്ക് സ്ഥാനമില്ലാതെ പോയതോ നിന്നെ ബഹുമാനിക്കാത്തതോ നിന്നെ ആദരിക്കാത്തതോ നീ ആദരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കാത്തത് കൊണ്ടാ ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരിക്കാത്തത് കൊണ്ടാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് സ്ഥാനമാനങ്ങളൊക്കെ അല്ലാഹുവാണ് തരുന്നത് ബഹുമാനം അല്ലാഹുവാണ് തരുന്നത് അത് പണം കൊടുത്ത് വാങ്ങുന്നതല്ല കഷ്ടപ്പെട്ട് വാങ്ങുന്നതല്ല അത് അല്ലാഹു തരണം ബാപ്പാ പെങ്ങളെ അത് പടച്ചറപ്പ് തരണം അത് എങ്ങനെ വാങ്ങുന്നതാണെന്നറിയുമോ പതിരാത്രികളിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് വാങ്ങുന്നതാ അത് വെറുതെ ലഭിക്കുന്നതല്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോവുകയാണ് ലോകത്തിന്റെ നേതാവ് സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ആരാണെന്നറിയുന്നില്ല ആരാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകന് നല്ല പരിചയമുള്ള ഒരു മനുഷ്യനാണ് നടന്നു പോകുന്നത് വിധങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് നടന്നു പോകുന്നത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗ്ഗത്തിൽ നിന്ന് ചിന്തിക്കുമ്പോ മലക്കുകൾ പറയുന്നു നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരേ ആ നടന്നു പോകുന്നത് ആരാണെന്നറിയുമോ നബിയേ സയ്യിദുനാ ബിലാൽ അങ്ങയുടെ സ്വഹാബിയായ ബിലാലാണ് നബിയേ കറുത്തവനായ അടിമയായ ഭീകരയായ മുടിയൊക്കെ ചുരുണ്ടുപോയ പാവപ്പെട്ടവനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ സ്വർഗ്ഗത്തിൽ നടന്നു പോവുകയാ നബി തങ്ങൾ പോലും ചോദിക്കുന്നു മലക്കുകളെ എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ ഏത് മലക്കിനോട് ചോദിച്ചാലും ബിലാലിന്റെ പേര് പറയും നബിയേ ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ ആരാ ചെറുപ്പക്കാരാ ബിലാൽ ഞങ്ങളുടെ ചരിത്രം പഠിച്ചവനല്ലേ അടിമയായിരുന്നല്ലോ പാവപ്പെട്ടവനായിരുന്നല്ലോ കറുത്തവനായിരുന്നല്ലോ കൊള്ളനായിരുന്നല്ലോ മുടിയൊക്കെ ചുരുണ്ടവനായിരുന്നല്ലോ ആ പാവപ്പെട്ടവനായ ബിലാലിനെ കുറിച്ച് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ ഞങ്ങൾക്കറിയാ നബിയേ ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് പ്രവാചകൻ ഇത് പറയുകയാ സ്വഹാബാ ഇന്നലെ ഞാൻ സ്വർഗ്ഗത്തിൽ വെച്ച് ബിലാലിനെ കണ്ട് സ്വഹാബാ ബിലാൽ എന്റെ മുമ്പിലൂടെ നടന്നു പോവുകയാണ് എല്ലാ മലക്കുകൾക്കും ബിലാലിനെ അറിയാം എല്ലാ മലക്കുകൾക്കും ബിലാലിനെ അറിയാം അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു ഐന ബിലാൽ എന്റെ ബിലാൽ എവിടെ ലബ്ബൈക യാ റസൂലല്ലാഹ് കരഞ്ഞ
കൊണ്ട് പറയുകയാണ്, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനായിരിക്കുന്ന സ്വഹാബത്ത് അബൂബക്കർ തങ്ങളുണ്ട്, ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്. പടച്ചവനെ പ്രമുഖരായ വലിയ വലിയ സമ്പന്നന്മാരായ സ്വഹാബത്ത് നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ ആ പാവപ്പെട്ടവനായ ബിലാലിനോട് ചോദിക്കുന്നു, ബിലാലേ എന്ത് നന്മയാ നീ ചെയ്യുന്നത്, എന്ത് നന്മയാ നീ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ പരിചയമുണ്ടാകാറ്. എന്ത് നന്മയാ ബിലാലേ, ഈ സ്ഥാനം കിട്ടാൻ നീ എന്ത് നന്മയാണ് ചെയ്തിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയാനിട്ടല്ല, വിധങ്ങൾക്ക് അറിയാനിട്ടല്ല. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്ത് പഠിക്കാൻ പറയുകയാ. എല്ലാവരും ബിലാൽ തങ്ങളെ നോക്കുകയാണ്. ആ പാവപ്പെട്ടവനായ ബിലാൽ തങ്ങൾ പറഞ്ഞു, നബിയേ പറയാൻ എനിക്കിഷ്ടമില്ല നബിയേ, എന്നാലും അങ്ങ് ചോദിച്ചാ പറയണമല്ലോ, അങ്ങ് ചോദിച്ചാ പറയണമല്ലോ. യാ റസൂലല്ലാഹ്, എനിക്കൊരു സ്വഭാവമുണ്ട് നബിയേ. ബിലാൽ തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. എപ്പോഴും മുതുവോടുകൂടിയാണ് നടക്കുന്നത്, എപ്പോഴും മുതുവോടുകൂടിയാണ് നടക്കുന്നത്. എപ്പോ മുതുപെടുത്താൽ ഞാൻ പോയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും നബിയേ. ഒന്നുപെടുത്തു കഴിഞ്ഞാ ബിലാൽ തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമായിരുന്നു. ആ സുജൂദിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്, ആ സുജൂദിന് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലമാ. ബിലാൽ തങ്ങളെ മലക്കുകൾക്ക് പരിചയമുണ്ടായിരുന്നു. അത്രയും അറിയപ്പെടുന്ന ഉയരമുള്ള സ്ഥാനത്തേക്ക് ആ അടിമയായിരുന്ന ബിലാൽ തങ്ങൾ ആ പദവിയിലെത്താനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ തങ്ങൾ ആ സുജൂദിനെ അധികരിപ്പിച്ചതിന് റബ്ബ് കൊടുത്ത പദവിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് അല്ലാഹു അതിന്റെ അടയാളം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പിന്നെ പ്രിയപ്പെട്ടവര്, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് പ്രകാശമില്ല, ഈമാനിക ചൈതന്യമില്ല. അവനെ കാണുമ്പോഴേ അറിയാമല്ലോ, ഒരാളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശമുണ്ടോ ഇല്ലയോ എന്ന്. സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് പ്രകാശമില്ല, കാണാ സുന്ദരനാണ്, എന്ത് പറ്റി മോനെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, ഒരു ഐശ്വര്യമില്ലല്ലോ, സുഖമില്ലേ നിനക്ക്? എന്തുകൊണ്ടാ അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശമില്ലാത്തത് കൊണ്ടാണ്. എന്നാ സുബഹി നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശമാ, ഒരു വല്ലാത്ത ചൈതന്യമാണ്. അവനെ കാണാൻ തന്നെ മനസ്സിനൊരു സമാധാനമാണ്. അതുകൊണ്ട് സുജൂദ് ചെയ്താ അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം അവന്റെ മുഖത്ത് അതിന്റെ അടയാളം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. 2ാമത്തെ പ്രതിഫലം എന്താ? 10 പ്രതിഫലമാണ് നബി തങ്ങൾ പറയുന്നത്. അതിന് 1ാമത്തെ പ്രതിഫലമാണ്. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിന്റെ സാമീപ്യം വേണോ? അല്ലാഹുവിന്റെ സാമീപ്യം വേണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുകയാണ്, അഖറബുമാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ.
എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് പടച്ച റബ്ബിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയേതാ? ഒരാൾക്ക് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന, ആ പടച്ച റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന ഒരു നന്മ ഏതെന്നറിയുവോ? എപ്പോഴാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്നറിയുവോ? ഒരു മനുഷ്യന് സുജൂദിൽ കിടന്ന ആ സമയത്ത് അവൻ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത സമയമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുജൂദ് അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ലോകത്ത് ഒരു മഖ്ലൂഖിന്റെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ഈ ലോകത്ത് ഒരാളുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പാടില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവര് ആ സുജൂദ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുകയാണ്? എന്ത് ചോദിച്ചാലും അല്ലാഹു തരുമടോ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ദുരിതമാണ്. എല്ലാവരും ഉസ്താദേ ഞാൻ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്, എനിക്ക് വീട് കിട്ടുന്നില്ല, എനിക്ക് മക്കളെ കിട്ടുന്നില്ല, എന്റെ കടം മാറുന്നില്ല, എന്റെ രോഗം മാറുന്നില്ല, സമാധാനമുള്ള ഒരു ജീവിതമില്ല, എന്റെ ദുആ സ്വീകരിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ടല്ലോ, സങ്കടം പറയുന്നവരുണ്ടല്ലോ. നിങ്ങളുടെ പ്രയാസം മാറണോ? നിങ്ങളെ ദുആയ്ക്ക് ഇജാബത്ത് വേണോ ഉമ്മ? നിന്റെ ദുആ സ്വീകരിക്കണോ ഉമ്മ? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ദുആ ചെയ്താ പോരാ, എവിടെയെങ്കിലും കടന്ന് കരഞ്ഞാ പോരാ. എപ്പോഴാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുവോ? നിബിധങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഫഅക്സിറു ദുആ, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദ് ചെയ്യുമ്പോഴാണ് ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഫഅക്സിറു ദുആ, നിങ്ങൾ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യൂ. പാപ്പാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറണോ? നിങ്ങളുടെ ദുരിതങ്ങൾ മാറണോ? നിങ്ങളുടെ പ്രതിസന്ധികൾ മാറണോ? സമാധാനമുള്ള ജീവിതം വേണോ? വീട് പണി തീരണോ? വീട് വേണോ? മക്കളെ വേണോ? എന്ത് പ്രയാസമാണെങ്കിലും നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കൂ. എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്താ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുജൂദിന്റെ രണ്ടാമത്തെ പ്രതിഫലം ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിൽ കിടക്കുമ്പോഴാണ്. അല്ലാഹുവിലേക്ക് ഒരടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിൽ കിടക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നിബിധങ്ങൾ പറഞ്ഞത്, നീ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യ്, ദുആഇനെ അധികരിപ്പിക്കുക എന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയിന റസൂലുള്ളാഹി. നിർത്താറായോ? പിന്നെന്തിനാ വാച്ചി നോക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ചിലര് വാച്ചി നോക്കുന്നു. 10 മണിയായെന്ന് തോന്നുന്നു. ഉടച്ചവന് അല്ലാഹു ആ നോക്കിയ മനുഷ്യന്റെ അവസാന സമയം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ എന്ത് പറയാനാ? അദ്ദേഹത്തിന് എന്തോ തിരക്കുണ്ടെന്ന് തോന്നുന്നു. നിർത്താറായോ? തങ്ങൾ വരാറായോ? തങ്ങൾ വന്നോ? കറക്റ്റ് ടൈം തങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രയാസ് ഉസ്താദെ, എന്റെ ദുആ ഞാൻ വീഡിയോ വെച്ചിട്ട് അല്ലാഹു തരുന്നില്ല, എന്റെ കച്ചവടം നേരെയാകുന്നില്ല, എനിക്ക് വീടില്ല, മക്കളില്ല, പ്രയാസം പറയുന്നില്ലേ? നീ ദുആ ചെയ്യുന്നതിൽ എപ്പോഴും, എടാ ഞാൻ മക്കത്ത് പോയിട്ട് ഉംറ കഴിഞ്ഞിട്ട് തവാഫ് കഴിഞ്ഞിട്ട് മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ വന്ന് ഞാൻ നിസ്കരിക്കുമ്പോ എന്റെ അടുത്തൊരു മലയാളിയായ വാപ്പ സുജൂദിൽ കിടന്നിട്ട് കരയുകയാ.
ആ ഉപ്പ സുജൂദിൽ കിടന്നിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ എന്റെ മോന്റെ കണ്ടുകൂടി മാറ്റി തരണേ പടച്ചവനെ. എവിടെ വെച്ചിട്ട്? കഅബാലയത്തിന്റെ മുറ്റത്ത് മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് ആ ഉപ്പ കരഞ്ഞുകൊണ്ട് പറയാ, പടച്ചവനെ എന്റെ മോനെ നേരെയാക്കണേ അല്ലാ, എന്റെ മോന്റെ കണ്ടുകൂടി മാറ്റണേ അല്ലാ. ആ ഉപ്പയ്ക്കറിയാം സുജൂദിൽ കിടന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന്. മഹാനായ നബിയിന റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? അവിടെ കിടന്നുകൊണ്ട് 3 ദിക്ർ പറയുന്ന പാടെന്താണെന്ന് നമുക്കറിയാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാക്ക കൊത്തണ പോലെ കൊത്തിയിട്ട് ചാടി എഴുന്നേക്കും നമ്മൾ. എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യണം. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് സുജൂദിൽ കിടന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ എപ്പോ വേണമെങ്കിലും ഒന്ന് അൽഹംദുലില്ലാഹ് ഒന്നുപെടുത്തിട്ട് മുസല്ലയിൽ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടി അത് കഴിഞ്ഞ് പടച്ചവനെ ഒന്ന് സുജൂദിലേക്ക് വീഴണേ. എന്നിട്ട് അല്പനേരം അവിടെ കിടന്ന് ദുആ ചെയ്യണോ. എന്ത് വേണമെങ്കിലും അല്ലാഹു തരുമല്ലോ. എന്ത് ചോദിച്ചാലും സ്വീകരിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന കാര്യമാണ് സുജൂദ്. ആ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ റജബ് മാസമാ. ഇത് സാധാരണ ഒരു മാസമല്ല. റജബുൻ റജബ് അല്ലാഹുവിന്റെ മാസമാ. റജബ് അല്ലാഹുവിന്റെ മാസമാ. ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ പടച്ചവനോട് ചോദിക്കേണ്ടത് എന്തെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ ബർക്കത്തിനെ ചോദിക്കണേ സഹാബാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യണോ. നിനക്ക് ബർക്കത്ത് വേണ്ടേ? റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യൂ. എന്താണ് ബർക്കത്ത് എന്നറിയുമോ? നമ്മളിൽ പലർക്കും ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. ഒരുപാട് പണം കിട്ടുന്നതാണ് ബർക്കത്ത് എന്ന് കരുതിയോ? ഒരുപാട് പണമുണ്ടാകുന്നത്, ഒരുപാട് സ്വർണം കിട്ടുന്നത്, ഒരുപാട് സ്ഥലം കിട്ടുന്നത്, ഒരുപാട് വാഹനം കിട്ടുന്നത് അതാണ് ബർക്കത്ത് എന്ന് നിങ്ങൾ കരുതിയോ? ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ കടന്നു വരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ.